ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാനകൾ ഷെഡുകൾ തകർത്തു. ആറളം ഫാം 9-ാം ബ്ലോക്ക് വളയംചാലിലെ ലീന, ജിഷ്ണു എന്നിവരും കുടുംബാംഗങ്ങളും താമസിക്കുന്ന ഷെഡാണ് കാട്ടാന തകർത്തത്. ഷെഡ് തകർക്കുന്നത് കണ്ട് ഭയന്നോടിയ ഗർഭിണിയടക്കം 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലീന, ജിഷ്ണു, അശ്വിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്തോ ദൈവം കുരുത്തം, എന്റെ മക്കളുടെ ആ ഒരു എല്ലാവരും ഒരു കുരുത്തം കിട്ടിപ്പോയുള്ള ഒരു ഇത് പ്രാർത്ഥനയാണ് ഞാനെന്നെ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഇങ്ങനെ അടുത്ത ഓടി വന്നിട്ട് ആനിങ്ങനെ നമ്മളെ ചെറുപ്പം തൊട്ട് നമ്മളിത് കാടും ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആന വന്നിട്ട് നമ്മളിങ്ങനെ കൊല്ലുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ പിന്നെ ഓലപ്പരയാണെങ്കിലും എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാനാണ് എനിക്കിഷ്ടം. അവിടെ ഇവിടെ പോയിട്ട് താമസിക്കുന്നത് എനിക്ക് നേരത്തെ ഇഷ്ടമില്ല. അങ്ങനെ കുട്ടികളെ ഞാൻ വിടാറില്ല. ഇന്നലെയാണ് ഞാൻ എൻ്റെ മക്കളെ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് മടിയായിരുന്നു. അമ്മ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് വിട്ടാൽ മതിയെന്ന്. പക്ഷെ എൻ്റെ മനസ്സെന്തോ പറഞ്ഞു, വേണ്ട, എൻ്റെ കുട്ടികളെ ഇവിടെ നിർത്തേണ്ട, കൊണ്ട് വിട്ടേക്കാം. ഞാൻ ഉച്ച കഴിഞ്ഞ് ഞാൻ കുട്ടികളെയും കൊണ്ട് വിട്ട് വന്നതാണ്. ഇതിപ്പോൾ വെളുപ്പിനാണ്. വെളുപ്പിനൊരു 5:45 ഞാനിങ്ങനെ നേരെ ഒറ്റൊരു കാർച്ച കയറി. അപ്പോഴേക്കും എൻ്റെ തല അങ്ങോട്ട് പെട്ടെന്ന് കറങ്ങി. ഞാൻ എന്തോ ഭാഗ്യത്തിന് ആരുടെ നേരെ ഫ്രണ്ടിൽ വീഴാണ്ട് തൊട്ടപ്പുറത്തേക്ക് മാറി വീണു. വീണപ്പം പിന്നെ ആന എന്നെ കാണുന്നില്ല. അപ്പം ആനയുടെ വിചാരണ വന്നത് ഞാൻ അകത്തേക്ക് ഓടിക്കേറിയെന്നാണ്. അങ്ങനെയാണ് ആന അകത്തേക്ക് കയറാൻ. ഗർഭിണിയായ അശ്വിനിക്ക് തലയ്ക്ക് പരിക്കുള്ളതിനാൽ കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. പുനരധിവാസ മേഖലയിൽ കാട്ടാന ഷെഡ് തകർക്കുന്നത് തുടർന്നിരിക്കുകയാണ്. രാത്രി ഒന്നും ഉറക്കില്ല. ഷെഡ് ഇങ്ങനെ ഇരിക്കുന്ന കാരണം ഞങ്ങൾക്ക് 10-ലായിരുന്ന സ്ഥലം അതിന് മാറ്റം കൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടി. അവിടെ നിന്ന് സ്ഥലം ഇതുപോലെ തന്നെ ഞാൻ മൂത്ത ചെക്കൻ്റെ പ്രസവത്തിന് ഒരാഴ്ച മാറിയതേരും. അന്നേരത്തിന് ആന ഞങ്ങൾ അവിടെ കഞ്ഞെല്ലാം വെച്ച് കുടിച്ച് രാത്രി ഇങ്ങ് വന്ന് ആ വീട്ടിൽ കിടക്കാൻ വന്ന് താഴെ വീട്ടിൽ വാർക്കൻ്റെ അകത്ത്. അന്നേരത്തിനാണ് ഷെഡ് മൊത്തം പൊളിച്ച് ആ സീറ്റ് എനിക്കൊന്ന് അവർ കൊണ്ട് തന്നു. ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ തീയും പുകയൊക്കെ ഇട്ട് അപ്പം മെഞ്ഞാന്ന് ഒരുത്തം വന്നിട്ട് ഒരു കൊമ്പൻ വന്നിട്ട് ആ ചക്ക കുലുക്കി കയറി കൈയെല്ലാം പൊക്കി ഇങ്ങനെ കയറി പിടിച്ച് ചക്ക തള്ളിയിട്ട് താഴെ തിന്ന്. എന്നിട്ട് അത് നമ്മുടെ ശല്യകേടൊന്നാക്കിയിട്ടില്ല. അതിലൂടെ അങ്ങനെ മുകളിൽ കയറി അങ്ങ് പോയി. ഈ ആന എങ്ങനെ വന്നെന്നറിയില്ല. പെണ്ണുങ്ങൾ പറഞ്ഞ് ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതേ ഇല്ലു. ആന ഇവിടെ എത്തി ആ മരത്തിൻ്റെ ചുവട്ടിൽ. അങ്ങനെ ചാടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പിള്ളേരെല്ലാം വിളിച്ചെണിപ്പിക്കട്ടെ എന്ന്. ഏഴിച്ച് ഇവിടെ നിന്ന് അവിടെ നിന്ന് നീങ്ങിയില്ല. ആന ഇവിടെ എത്തി. അപ്പാട് ഇത് തള്ളി പൊളിച്ചിട്ടപ്പോൾ ഇതിൻ്റെ മുകളിൽ തീ കയറി തീ പുക കൂടുതലായി. അന്നേരത്തിന് ഇങ്ങനെല്ലാം കൂടെ ഇതെല്ലാം തപ്പി പറിച്ചിട്ട് അതിൽ അങ്ങ് മേലെ പോയി ലീനൻ്റെ വീട്ടിലേക്ക്. അവിടെ ഒച്ചപ്പാട് കേട്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവർ വീടിൻ്റെ തൂണ് പിടിച്ച് പറിച്ചിട്ട് മൊത്തം ആ പെണ്ണിൻ്റെ ഇവിടെ നല്ലൊരു മുറിവുണ്ട്, കാനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ണൂരാ കൊണ്ടുപോയിരിക്കുന്നത്. വോട്ടെടുക്കാൻ വേണ്ടിക്കും വെളുപ്പിന് കാട്ടാന വീട്ടുമുറ്റത്തെത്തിയത് കണ്ട ലീനയും ജിഷ്ണുവും അശ്വിനിയും കുടുംബാംഗങ്ങളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇവർക്ക് തൊട്ടടുത്ത് തന്നെ വീട് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി പൂക്കുണ്ടിൽ ഷെഡ് വെച്ച് താമസിച്ചു വരുന്നവരാണ് ഇവർ. കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന പ്രദേശമാണ് ഈ മേഖല. പരിക്കേറ്റ ലീന വനംവകുപ്പ് താൽക്കാലിക ജീവനക്കാരി കൂടിയാണ്. മതിയായ നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് ഇവരുടെ ആവശ്യം. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഷെഡ് പൊളിച്ച് മനുഷ്യരെ ആക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ആറളം ഫാം 9-ാം ബ്ലോക്കിലെ വളയഞ്ചാലിൽ ലീന, ജിഷ്ണു തുടങ്ങിയ ആളുകളുടെ കുടിലുകളാണ് ഇന്ന് രാവിലെ വെളുപ്പിന് കാട്ടാന തകർത്തത്. ഇപ്പോൾ മാസങ്ങളായി നിരവധി ഷെഡുകളാണ് ഈ കാട്ടാനകൾ ഈ പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്ന് പൊളിച്ചിട്ടുള്ളത്. കാട്ടാനക്കലി തീരാതെ ഈ പാവങ്ങൾ കിടന്നുറങ്ങുന്ന ഈ ചെറിയ കുടിൽ കാട്ടാന തകർക്കുകയാണ്. കാട്ടാനയുടെ വിളയാട്ടം ഈ കാർഷിക പുനരധിവാസ മേഖലയിൽ അതിരൂക്ഷമായി തുടരുകയാണ്. കാട്ടാനയെ ഓടിക്കുന്നതിന് വനംവകുപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും വകവെക്കാതെ കാട്ടാന നിർബാധം ഇപ്പോൾ എല്ലാ മേഖലയിലും അക്രമം നടത്തി ഷെഡുകൾ പൊളിച്ച് മനുഷ്യർക്ക് അപകടമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇത് അറുതി വരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നും അവരെ സഹായിക്കണമെന്നുമാണ് ഇവിടെയുള്ള ആളുകൾക്ക് മനുഷ്യർക്ക് പറയാനുള്ളത്. ആറളം ഫാം 9-ാം ബ്ലോക്ക് വളയംചാലിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ഇത് പാക്ക് ചെയ്തു. വളം നമ്മൾ അടുത്ത മാസം വാങ്ങാം. അടുത്ത മാസമോ? എന്തിന്? ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ? എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങണോ എന്നൊരു. പക്ഷേ
അടുത്ത മാസം സ്വർണത്തിന്റെ വില കൂടിയാലോ? വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിന് കൺഫ്യൂഷൻ? മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ, പറഞ്ഞു കൊടുക്ക്. നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണത്തിന്റെ വെറും 3% മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി. ഞങ്ങൾ ആ ദിവസത്തെ സ്വർണ്ണവില ബ്ലോക്ക് ചെയ്ത് വെക്കും. ഫൈനൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത വില അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ദിവസത്തെ വില ഏതാണോ കുറവ് ആ വിലയിൽ പർച്ചേസ് ചെയ്യാം. എന്ന് വെച്ചാൽ റിസ്ക് ചെറുത്, ആനന്ദം വലുത്. കൊള്ളാല്ലേ? എന്റെ കുടുംബം, എന്റെ ആഘോഷം, എന്റെ മലബാർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.